എല്ലാവർക്കും അമൃത്തിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ആലു പറാത്ത റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. നമ്മൾ ദോശ, ഇഡ്ഡലി, ചപ്പാത്തി ഒക്കെ കഴിച്ചു മടുത്തെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യൂ. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ്സാവാണ്ട് കിട്ടും. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ കേട്ടോ. അപ്പോൾ നമുക്ക് ആലു പറാത്ത എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. ആലു പറാത്ത ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചെടുക്കണം. ഞാനിവിടെ 5 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇതിന് നമ്മൾ കുക്കറിലിട്ട് നന്നായി ഒന്ന് എടുത്തിട്ട് വരാം. അടുത്തതായിട്ട് നമുക്ക് മാവ് ഒന്ന് കുഴച്ചെടുക്കണം. ചപ്പാത്തിക്കുള്ള മാവ് ഞാനിവിടെ കൈപ്പിടിയിലാണ് മാവ് എടുക്കാറ്. ഒരു കൈപ്പിടി ഒരു ചപ്പാത്തി എന്ന രീതിക്കാണ് എടുക്കാറ്. അങ്ങനെ ഞാൻ 10 പിടി മാവ് എടുത്തിട്ടുണ്ട്, പൊടി. ഇനി നമുക്കിത് ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഇനി കുറച്ചേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് മാവൊന്ന് നന്നായി സോഫ്റ്റായി കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇതാ അത്യാവശ്യം നല്ല സോഫ്റ്റായിട്ട് തന്നെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ നേരം കൊണ്ട് നമുക്ക് മസാല പ്രിപ്പയർ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്, തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ചൂടോടെ തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക, അല്ലെങ്കിൽ പിന്നെ കട്ടയാവും. എന്നിട്ടിതൊന്ന് മാറ്റി വയ്ക്കാം. ഒരു ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് തന്നെ ഉടഞ്ഞു കിട്ടിക്കോളും. ഓക്കെ, അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് മസാല ഉണ്ടാക്കാനായിട്ട് ഒരു കടായി വെച്ച് കൊടുക്കാം. കടായി ചൂടാവുമ്പം നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ദാ നമ്മുടെ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊരു 5 അല്ലി വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളിയൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇഞ്ചി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുക. കറിവേപ്പില ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതാ കുറച്ച് പച്ചമുളക്, നമ്മളെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അത്യാവശ്യം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു അത്യാവശ്യം വലുപ്പമുള്ള സവാളയാണ് എടുത്തത്. അത് ചെറുതായി അരിഞ്ഞതാണ്, അത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ടില്ല, അപ്പോൾ അതിന് ഉള്ള ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ ഉള്ളിയെല്ലാം നന്നായി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം മുളക് പൊടി. ഇതൊക്കെ നമ്മളെ എരിവിനനുസരിച്ചാണ് ചേർക്കേണ്ടത്. 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്.
1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ എൻ്റെ വീട്ടിലിങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. കേരള സ്റ്റൈൽ ആയിട്ടുള്ള ആലു പറാത്തയാണ് ഉണ്ടാക്കുന്നത്. നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ആകുമ്പോഴത്തേക്കും മസാലാസൊക്കെ വ്യത്യാസം വരും. ആംചൂർ പൗഡർ ചേർക്കും അവർ, അതുപോലെ തന്നെ ചാട്ട് മസാലയൊക്കെ ചേർക്കും. അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഈ മസാല കുത്തൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആലു പറാത്ത പല രീതിക്കും ഉണ്ടാക്കാറുണ്ട്. മസാലാസ് ഇങ്ങനെ മിക്സ് ചെയ്യാണ്ട് ഡയറക്റ്റായിട്ട് ചെയ്യുന്നവരും ഉണ്ട്. ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ഡയറക്റ്റായിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങിൽ ചേർത്ത് ചെയ്യുന്നതും ഉണ്ട്. നമ്മൾ ഇങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഞാൻ നമ്മുടെ ഉരുളക്കിഴങ്ങും മസാലയും എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്ത് വെച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടും മല്ലിയില ചേർക്കുമ്പോൾ. പിന്നെ നമ്മൾ ഉപ്പൊക്കെ ഒന്ന് ഈ സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കണം, ഇല്ലെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. എനിക്കിവിടെ പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് ചൂടാറാനായിട്ട് വെക്കാം. അതിന് ശേഷം പറാത്ത ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. നമുക്കിനി നമ്മുടെ ആലു പറാത്ത റോൾ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ നമ്മുടെ മാവ് കുഴച്ച് വെച്ചിട്ടുള്ള മാവ് ചെറിയ ചെറിയ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. 10 എണ്ണം കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ മസാല അവിടെ തണുത്ത് കിട്ടിയിട്ടുണ്ട്. റോളിംഗ് പിൻ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റോൾ ചെയ്യാനായിട്ട് തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഒരു ബോൾ എടുത്തിട്ട് നന്നായി ഒന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങിൻ്റെ മസാല അത്യാവശ്യത്തിന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് പൊടി വെച്ചിട്ട് റോൾ ചെയ്തെടുക്കാം. നമ്മൾ ആദ്യം തന്നെ പൊടിയിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് റോൾ ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് നമ്മൾ മെല്ലെ മെല്ലെ റോൾ ചെയ്തെടുക്കുക. അപ്പോൾ സൈഡൊന്നും പൊട്ടൂല. കണ്ടോ, പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഉരുളക്കിഴങ്ങിൽ അധികം കട്ട ഇല്ലാണ്ട് നല്ല സ്മൂത്ത് ആയിട്ടിരിക്കണം ഉരുളക്കിഴങ്ങ്, അല്ലെങ്കിൽ ഓട്ടയാവാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അതുപോലെ നമ്മൾ സവാളയൊക്കെ അരിഞ്ഞെടുക്കുമ്പോൾ ചെറിയ പീസസ് ആയിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ പൊട്ടി വരില്ല. ഇതുണ്ട്. അപ്പോൾ നമ്മുടെ ആലു പൊറോട്ട നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റോൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആലു പൊറാത്ത ചുട്ടെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാവുമ്പം ഓരോന്നും ഇട്ട് ചുട്ടെടുക്കാം. മറിച്ചിട്ട് കൊടുക്കാം. ചെറിയ ചെറിയ കുമിളകൾ വരുന്നുണ്ട്. ഈ സമയം നമുക്കൊന്നുകൂടെ മറിച്ചിട്ട് കൊടുക്കാം. അപ്പം അത്യാവശ്യം മറ്റേ സൈഡായി. നമുക്ക് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാവുക. മറിച്ചിട്ട് കൊടുക്കുക. ഇതാ നമ്മുടെ ആലു പൊറാത്ത നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡും കൂടി കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഒരു പൊറാത്ത റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി ഞാൻ ആലു പൊറാത്തയ്ക്ക് ഒരു സൈഡായിട്ട് ഒന്ന് ഡിപ്പ് ചെയ്ത് കഴിക്കാനായിട്ട് ഒരു ഇഞ്ചി തൈരാണ് ഉണ്ടാക്കുന്നത്. സിമ്പിളായിട്ട് ഉണ്ടാക്കാം. ഇഞ്ചിയും പച്ചമുളകും ചെറുതായി അരിയുക. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള യോഗേർട്ട് ചേർത്ത് കൊടുക്കുക. കട്ടത്തൈര് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഉപ്പും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക.
നമുക്കിത് റായ്ത്ത ഉണ്ടാക്കുകയും ചെയ്യാം. സവാള തക്കാളിയൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. ഞങ്ങളിങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റി കോമ്പിനേഷനാണ്. അപ്പോൾ ഇതാ നമ്മുടെ ആലു പറാത്ത റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം, ടേസ്റ്റിയുമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കണേ. അപ്പം അടുത്ത ഒരു നല്ല റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക്സ് ഫോർ വാച്ചിങ്.